നാം ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശകലനം ചെയ്യുന്ന രീതിയെയാണ് പൊതുവെ സ്വപ്നശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ഇതിനെ പ്രധാനമായും രണ്ട് രീതിയിൽ സമീപിക്കാറുണ്ട്. ഒന്ന് ആത്മീയവും ജ്യോതിഷപരവുമായ കാഴ്ചപ്പാട്, രണ്ട് മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാട്. പുരാതന ഭാരതീയ വിശ്വാസമനുസരിച്ച് സ്വപ്നങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ സൂചനകളാണ്. ജ്യോതിഷത്തിലെ ഒരു ശാഖയായി ഇതിനെ കണക്കാക്കുന്നു. ആന, വെള്ളം, പൂക്കൾ, ഫലങ്ങൾ എന്നിവ സ്വപ്നം കാണുന്നത് ഐശ്വര്യത്തിന്റെ ലക്ഷണമായി കരുതുന്നു. പാമ്പ് കടിക്കുന്നത്, ഉയരത്തിൽ നിന്ന് വീഴുന്നത്, പട്ടി കടിക്കുന്നത് തുടങ്ങിയവ വരാനിരിക്കുന്ന തടസ്സങ്ങളുടെയോ ശത്രുഭയത്തിന്റെയോ സൂചനയായി വ്യാഖ്യാനിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് പുലർച്ചെ 3 മുതൽ 5 വരെ കാണുന്ന സ്വപ്നങ്ങൾ വേഗത്തിൽ ഫലിക്കുമെന്നും അർദ്ധരാത്രിയിൽ കാണുന്നവയ്ക്ക് ഫലം കുറവാണെന്നുമാണ് വിശ്വാസം. മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലെ ആഗ്രഹങ്ങളുടെയും ഭയങ്ങളുടെയും പ്രതിഫലനമാണ്. നാം പകൽ സമയം ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് അനുഭവപ്പെടുന്ന സമ്മർദ്ദം, പേടി എന്നിവ രാത്രിയിൽ സ്വപ്നങ്ങളായി രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, പരീക്ഷയെ പേടിയുള്ള ഒരാൾ താൻ പരീക്ഷയ്ക്ക് തോൽക്കുന്നതായി സ്വപ്നം കാണുന്നത് അയാളുടെ മനസ്സിന്റെ ഉത്കണ്ഠ മൂലമാണ്. സ്വപ്നങ്ങളുടെ ശാസ്ത്രീയത ആധുനിക ശാസ്ത്രം പറയുന്നത് ഉറക്കത്തിന്റെ REM ഘട്ടത്തിലാണ് നാം സ്വപ്നങ്ങൾ കാണുന്നത് എന്നാണ്. തലച്ചോറ് വിവരങ്ങൾ ക്രമീകരിക്കുകയും അനാവശ്യമായവ ഒഴിവാക്കുകയും ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമാണിതെന്ന് ശാസ്ത്രം കരുതുന്നു. സ്വപ്നങ്ങളെ ഒരു ദിവ്യ സന്ദേശമായി കാണുന്നതാണ് പരമ്പരാഗത സ്വപ്നശാസ്ത്രം. എന്നാൽ നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെയും വികാരങ്ങളുടെയും കണ്ണാടിയായി അതിനെ കാണുന്നതാണ് ശാസ്ത്രീയമായ രീതി.